സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചടതഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്വാവത്ബാധിതാക്ഷാൻ ഗുരുവോനപുരേ ഹന്തഭാഗ്യഞ്ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശിവൻ നാരായണീയത്തിൽ 47-ാമത്തെ ദശകം. ബന്ധുമിച്ഛതി യം ഏവ സജ്ജനർ തം ഭവന്തമയി ബന്ധുമിച്ഛതി. എല്ലാവരും സജ്ജനങ്ങൾ ഭഗവാനെ ബന്ധുവായി കിട്ടാൻ ആഗ്രഹിക്കുന്നു. അല്ലേ? എൻ്റെ ഭഗവാനാവണേ, ഞാൻ പറഞ്ഞത് കേൾക്കണേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണ ആളാവട്ടെ, ഞാൻ കൃഷ്ണൻ്റെ ആളാണ്, കൃഷ്ണൻ എൻ്റെയും ആളാവണേ, നല്ലൊരു ബന്ധം ഞാനും ഭഗവാനും തമ്മിലും ഉണ്ടാവണേ, ഭഗവാന്റെ ശിക്ഷയ്ക്ക് ഞാൻ പാത്രമാവരുതേ. ഇതൊക്കെ പാടെ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബന്ധുമിച്ഛതി, ചുരുക്കി ബന്ധുമിച്ഛതി. എല്ലാവരും ഭഗവാനെ ബന്ധുവും ആക്കാൻ ആഗ്രഹിക്കുന്നു. യശോദയോ ബന്ധുമിച്ഛതി, ബന്ധുവാക്കാൻ ആഗ്രഹിക്കുന്നു. അല്ല, അവിടെ അർത്ഥം മാറി, കെട്ടാൻ ആഗ്രഹിക്കുന്നു, ബന്ധിക്കാൻ ആഗ്രഹിച്ചു. ഒരു വാക്കിൻ്റെ രണ്ടർത്ഥം രണ്ട് സ്ഥലത്ത് പ്രയോഗിച്ചിരിക്കുകയാണ്. എല്ലാ സജ്ജനങ്ങളും ഭഗവാനെ ബന്ധുവായി ഇച്ഛിക്കുമ്പോൾ യശോദ ഭഗവാനെ കെട്ടാൻ ആഗ്രഹിച്ചു. രണ്ടാമത്തെ ബന്ധുമിച്ഛതി കെട്ടാൻ ആഗ്രഹിച്ചു. ശരിക്കപ്പോൾ ബന്ധുക്കളെ ആരെങ്കിലും കെട്ടുമോ? ശത്രുക്കളെ ഇല്ലേ കെട്ടുക? ബന്ധുക്കളെ കെട്ടാറില്ല. അവിടെ വിപരീതാർത്ഥമാവും എന്ന വാക്ക് മാറിയിട്ടുമില്ല. ഒക്കെ സംസ്കൃതത്തിൻ്റെയും കാവ്യത്തിൻ്റെയും ഓരോ പ്രത്യേകതകളാണ്. എല്ലാവരും ബന്ധു ഇച്ഛിക്കുന്ന കൃഷ്ണനെ യശോദ കെട്ടാൻ ആഗ്രഹിച്ചു. യശോദയും ബന്ധുമിച്ഛതിയാണ്, പക്ഷേ ഏതർത്ഥത്തിൽ? കെട്ടിയിടാൻ ആഗ്രഹിച്ചു. കയറ് കൊണ്ടുവരുമ്പോൾ 2 വിരൽ കുറവായിട്ട് കണ്ടു. എത്ര ഏച്ചിട്ടും അവിടേക്ക് എത്തണില്ല. ഉരലിൽ കെട്ടിയപ്പോൾ അവിടെ ഒരു തികയായ വന്നില്ല. ആ ഉരലിനേക്കാളും വലുതല്ല ഭഗവാന്റെ അരക്കെട്ട്. അതെയോ? സാധാരണ ഒരു ഉരലെന്ന് പറയുമ്പോൾ അത്ര വണ്ണം വിരലിൽ ഒരു കുട്ടിയുടെ അരക്കെട്ട്, അവിടെ തികയും ചെയ്തു. അതേക്കാൾ ചെറിയ അരക്കെട്ടിന് ആ നീളം നിന്നല്ല ഒരു നീളവും മതിയായില്ല. അതെന്താ? അത് ദങ്കിലോനമഖിലം കിലൈക്ഷത. ഭഗവാനെ വർണ്ണിക്കുമ്പോൾ പലതിക്കലും പറയും അവ്യക്തമാണ്. ഭാഗവത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞു വെച്ച ഭാഗം അങ്ങനെ വരിക. അത് അവ്യക്തമാണ്. ബദരി പോയാലോ, തിരുപ്പതി പോയാലോ, വേറൊരുത്തി പോയാലോ, ഉടുപ്പി പോയാലോ ഒന്നും പൂർണ്ണ അനുഭവം ഉണ്ടാവണമെന്നില്ല. അതാണ് 2 പേരിലെ ഭക്തി ജ്ഞാനവും അവിടെ പൂർണ്ണമാവണില്ല. അതായാലേ ഈശ്വരാനുഭവം ഉണ്ടാവുള്ളൂ. അതെവിടെ ഇരിക്കണം? നമ്മുടെ മനസ്സിൽ. എന്താ സംശയം? അതാണ് വന്നാൽ പിന്നെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. അതാണ് ദങ്കിലോനം അഖിലങ്കിലൈക്ഷത. 2 വിരൽ കുറഞ്ഞു. അത് കുറവാവുന്നിടത്തോളം ഭഗവാനെ ബന്ധുമിച്ഛിക്കാൻ പറ്റില്ല, കെട്ടി നമ്മുടേതാക്കാൻ പറ്റില്ല. വിസ്മിതോസ്മിത സഖീജനേഷിതാം സിന്നസന്നവഭുഷം നിരീക്ഷ്യതാം നിത്യമുക്തവപുരപ്യഘോഹരേ ബന്ധമേവ കൃപയന്വമന്യത. അമ്മപ്പോൾ തൻ്റെ സഖികളായ സുഹൃത്തുക്കളുടെ മുമ്പാകെ കൃഷ്ണനെ ഒന്ന് കളിപ്പിക്കുക, അല്ലെങ്കിൽ പരിഹസിക്കുക, ശിക്ഷിക്കുക, ചെറുതാക്കാൻ ആഗ്രഹിച്ചു. എല്ലാവരും കണ്ടോളിൻ, എൻ്റെ കുട്ടി തെറ്റ് ചെയ്താലൊന്നും ഞാൻ കണ്ടിരിക്കണമെന്നില്ല, എപ്പോഴും ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷ കൊടുക്കണ്ട, കാണണ്ടേ നിങ്ങൾക്ക്? ഇതാ കണ്ടോളിൻ. കെട്ടിയിട്ടിട്ട് തന്നെ എന്ന് വേറെ കാര്യം. ഈ ഭാവത്തിലാണ് യശോദ എന്ത് തുടങ്ങിയത്? കെട്ടിയിടാൻ തുടങ്ങണതേ. ഭാഗവത്തിൽ പറയും, ന ജാന്തർന ബഹിറിയസ്യ ലേ ന പൂർവാവരം പരീക്ഷിത്തെ. ആരെ കെട്ടണം? പൂർവാപരം, തുടക്കമില്ല, ഒടുക്കമില്ല, ഉള്ളില്ല, പുറമില്ല,
അങ്ങനത്തെ ഒരു സാധനത്തിനെ കെട്ടാൻ പറ്റുമോ? ഭഗവത്തെ വളരെ ഭയമാക്കിയിട്ടുണ്ട് ആ ഭാഗം. പൂർവ്വമില്ല, അവരല്ല, ഉള്ളില്ല, ബഹിയില്ല, ഒന്നുമില്ലാത്ത സാധനത്തിനെയാണ് കെട്ടാൻ പോണത്. യശോദയുടെ ഒരു മായ ആലോചിച്ച് നോക്കുക. ഏതിനെയാണ് കെട്ടണത്? വിസ്മിതോസ്മിത സഖീജനേക്ഷിതാം. ആരുടെ മുമ്പാകെ കൃഷ്ണനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചു ആ സഖികളൊക്കെ യശോദയെ കളിയാക്കാൻ തുടങ്ങിയപ്പോൾ. ഇതെന്താ യശോദ ഇത്? ഇത്ര നേരമായി കയറയക്കാൻ തുടങ്ങിയിട്ട്. തളർന്നു പോയി യശോദ. സിന്ന സന്ന വപുഷം. ഈശ്വരാഞ്ഞി എന്താ ചെയ്യുക? വേർത്തുപിടേ. കയറാണ്, അവിടെ മുഴുവൻ കയറാണ്. എന്നിട്ടും കൃഷ്ണനെ കെട്ടാൻ പറ്റണില്ല. അപ്പോൾ ഒരു കാര്യം തീർച്ചയായില്ലേ, ആ കാണണ വലിപ്പമല്ല യഥാർത്ഥത്തിൽ കൃഷ്ണൻ്റെ വലിപ്പമെന്ന്. 2 കൈയും 2 കാലും ഉള്ള ആളാണോ കൃഷ്ണൻ? അല്ല ആണെങ്കിൽ കെട്ടാൻ പറ്റണ്ടേ? അപ്പോൾ ആരാ കൃഷ്ണൻ കാണിച്ചു കൊടുക്കുകയാണ് യശോദയ്ക്ക്, ഞാൻ ഈ 2 കൈയും കാലുള്ള ആളൊന്നും അല്ല അമ്മേ ആണെന്ന് അമ്മയ്ക്ക് തോന്നിയതാണ്. അതാ മനസ്സിലാക്കിക്കോളൂ. സിന്ന സന്ന വപുഷം നിരീക്ഷ്യതാം. പക്ഷേ എന്തൊക്കെയായാലും അമ്മയല്ലേ. ഇപ്പം താൻ ഒരു കുട്ടിയാണ്, എത്ര അമ്മയെ ബുദ്ധിമുട്ടിക്കുക. അമ്മയുടെ ഒരു മനസ്താപം തനിക്ക് താൽക്കാലികമായിട്ടെങ്കിലും ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ മായയിൽ കുടുങ്ങുമ്പോൾ അതും തന്നെ ബാധിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കെട്ടാൻ നിന്ന് കൊടുത്തു. അതും അത്ഭുതമാണ്. നിത്യമുക്ത വപു, നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. എപ്പോഴും മുക്താവസ്ഥയിൽ നിൽക്കുന്ന, ആർക്കും തന്നെ കെട്ടാൻ കഴിയാത്ത ഗുരുവായൂരപ്പ, അങ്ങയെ കെട്ടാൻ അമ്മയ്ക്ക് കഴിഞ്ഞു. അവസാനം കഴിഞ്ഞു, ആദ്യം കഴിഞ്ഞില്ല. ഹരേ എന്ന് വിളിച്ചിരിക്കണു. ആരാ അത്? ഹരിയാണ്. അതിനുണ്ടോ കെട്ടാൻ പറ്റണു? എന്നാലും ബന്ധമേവ കൃപയാ അന്വമന്യത. കെട്ടിക്കോട്ടയല്ലേ പാവം. പുത്രനായി ജനിച്ചില്ലേ, ഒരിക്കലും കെട്ടിക്കോട്ടെ എന്നാണ് വിചാരിച്ചു. ബന്ധമേവ അന്വമന്യത. ബന്ധനത്തിന് അനുമതി നൽകി. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കെട്ടാൻ പറ്റിയതാ. അതുകൊണ്ട് ലോകം മുഴുവനും നിറഞ്ഞതായിട്ടുള്ള ചൈതന്യത്തെ കെട്ടാമെന്നാരും വിചാരിക്കേണ്ട കേട്ടോ. നമുക്കും കൂടി ഒരു താക്കീതാണത്. ചില ആൾക്കാർ പറയണേക്കാം ഗുരുവായൂരപ്പൻ അയാളുടെ പോക്കറ്റിലാണ്, ചോറ്റാനിക്കരമ്മ അയാളുടെ വീട്ടിലുണ്ടത്രേ. വീട്ടിൽ ചോറ്റാനിക്കരമ്മ പെട്ടിയിൽ പൂട്ടിയിരിക്കുകയല്ലേ. പിന്നെ ഇതൊക്കെ വങ്കത്തരം വഷളത്തരം ഞാൻ പറയാ. എവിടെയില്ല ചോറ്റാനിക്കര, അവിടെ തന്നെ ഉള്ളൂ. ഉണ്ടെങ്കിൽ അവിടെ മാത്രമേ ഉള്ളൂ. ഗുരുവായൂരപ്പൻ ഗുരുവായൂർ മാത്രമേ ഉള്ളൂ. വേറൊരു ഗുരുവായൂരപ്പനെയും ഗുരുവായൂരപ്പനായിട്ട് അംഗീകരിക്കാൻ മനസ്സുകൊണ്ട് സാധ്യമല്ല. ഒട്ടേറെ ഗുരുവായൂരപ്പന്മാർ ഇറങ്ങിയിട്ടുണ്ട്. പൊന്നു ഗുരുവായൂരപ്പൻ, കൊച്ചു ഗുരുവായൂരപ്പൻ, എവിടെയൊക്കെ ഗുരുവായൂർ. എന്തിനാ ഈ ഗുരുവായൂരപ്പൻ എന്ന് പേരിടണം? ഗുരുവായൂരപ്പൻ ഒരൊറ്റ ഒന്നേ ഉള്ളൂ, അത് ഗുരുവായൂരാ. ബാക്കിയുള്ളതൊക്കെ ശ്രീകൃഷ്ണ ക്ഷേത്രം, വിഷ്ണു ക്ഷേത്രം പേരിട്ടോളൂ. അതിലെന്താ ഒരു കുറവ്? വിഷ്ണു എന്താ പോരെ അവർക്ക്? അപ്പോൾ ഈ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ് പറ്റിക്കില്ലേ ആളെ? ഗുരുവായൂരപ്പൻ ഒരൊറ്റ ഒന്നേ ഉള്ളൂ. തിരുപ്പതി ദേവൻ ഒറ്റ ഒന്നേ ഉള്ളൂ. ചോറ്റാനിക്കരമ്മ ഒറ്റ ഒന്നേ ഉള്ളൂ. രണ്ടാമതൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഭഗവാനെ ഉള്ളം കയ്യിലാക്കാനും കെട്ടാനും നമ്മുടെ സ്വാധീനത്തിലാക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ കീഴിലാണ് ഭഗവാൻ എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. അത് പരത്തുകയാണ്, തെറ്റിദ്ധാരണ എന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്. ഭഗവാനെ കെട്ടാൻ ഭഗവാന്റെ നിശ്ചയമുള്ളവർക്ക് മാത്രമേ പറ്റൂ. ഭഗവാൻ ബന്ധനത്തെ അംഗീകരിക്കുകയാണ്. ഈ കെട്ടണ ആളുടെ കഴിവല്ല. ഉറപ്പായിട്ടും എനിക്ക് എൻ്റെ ഭഗവാൻ സ്വാധീനത്തിലാണ് എന്നൊന്നും ഒരു ഭക്തനും അങ്ങനെ അന്തിമമായിട്ട് പറയാൻ കഴിയില്ല. ആലോചിച്ചോളൂ. എന്നാൽ നമ്മുടെ പ്രാർത്ഥന ചിലപ്പോൾ സാധിപ്പിച്ചതിൽ ചിലപ്പോഴല്ലോ. എല്ലാതും ഒരാൾക്ക് സാധിച്ച അയാൾക്ക് കഷ്ടങ്ങൾ ഉണ്ടാവാൻ പാടുമോ? അയാൾ വിഷമം ഉണ്ടാവാൻ പാടുമോ? അയാൾക്ക് ആരെങ്കിലും വാർദ്ധക്യത്തെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അവർക്ക് വാർദ്ധക്യം ഉണ്ടാവാൻ പാടുമോ? ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് എപ്പോഴും 35 വയസ്സായി പാടുമെന്ന്. നടക്കില്ല. ഏത് ഉപാസന കൊണ്ടും നടക്കില്ല. കാരണം അത് മനുഷ്യ സഹജമാണ്. ദേവന്മാരെ എപ്പോഴും 25 വയസ്സാണെന്ന് കേട്ടിട്ടുണ്ട്. അവർക്ക് പറ്റും. പക്ഷേ മനുഷ്യന് പറ്റില്ല. അപ്പോൾ അതൊന്നും നമ്മുടെ കയ്യിലല്ല.
അപ്പോൾ നമ്മളെന്ത് ചെയ്യാം, ഉപാസന കൊണ്ട് കീഴ്പ്പെടുത്താനൊന്നും ശ്രമിക്കേണ്ട, നടക്കില്ല. ഭഗവാന്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം, കെഞ്ചാം. ഭഗവാനെ എല്ലാവരെയും നോക്കണ കൂട്ടത്തിൽ ആ കണ്ണൊന്ന് എൻ്റെ മേലും പതിക്കണേ, പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ. അപേക്ഷിക്കാം. സ്വീകരിക്കേണ്ടതാരാ? ഭഗവാനാണ്. തള്ളാനുള്ള അധികാരവും ഭഗവാനുണ്ട്, പൂർണ്ണമായിട്ടുണ്ട്. എല്ലാ ജോലിക്ക് അപേക്ഷിച്ചവരെടുക്കുന്നുണ്ടോ? അതൊക്കെ തള്ളി താൻ സെലക്ട് ചെയ്തപ്പെട്ടു, അതല്ലേ പറയണത്. അപ്പം അതുപോലെ ഇതൊക്കെ ഈശ്വരൻ്റെ കാരുണ്യമാണ്. കാരുണ്യം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ചിലർക്ക് കൊടുക്കുന്നു, ചിലർക്ക് കൊടുക്കില്ല. അതൊക്കെ ഭഗവാന്റെ ഇഷ്ടമാണ്. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ടാവും, മുഴുവൻ നമുക്കറിയില്ല. അതുകൊണ്ട് ആരുടെയും സ്വാധീനം കൊണ്ട് ഭഗവാനെ കീഴടക്കാൻ സാധ്യമല്ല. അത് വെറുതെ വിചാരിക്കുക. ഭഗവാൻ തൻ്റെ കാരുണ്യം ഭക്തരിൽ അനുവദിക്കുകയാണ് തൻ്റെ ഇഷ്ടത്താൽ. കെട്ടിയപ്പോഴേക്ക് യശോദയ്ക്ക് തോന്നി തൻ്റെ കഴിവാണ്. കണ്ടു മനുഷ്യൻ്റെ അഹങ്കാരം. എനിക്ക് തന്നെ കിട്ടില്ല എന്ന് വിചാരിച്ച് അവിടെ കിടക്ക് എന്നും പറഞ്ഞ് കെട്ടി. അപ്പം യശോദയ്ക്ക് അഹങ്കാരമായി. തീയതാം ചിരമുലു കലേ കലേ. അവിടെ നിൽക്കുക, അവിടെ കുറച്ച് നേരം അവിടെ നിൽക്കുക. നീ കുറേ വികൃതി കാണിക്കാൻ തുടങ്ങിയിട്ട്. തീയതാം, അവിടെ നിൽക്കുക. തീയതാം ചിരമുലു ഖലേ ഖലേ. കെട്ടിയപ്പോഴേക്ക് യശോദയ്ക്ക് തോന്നി തൻ്റെ കഴിവുകൊണ്ടാണ് കിട്ടിയതല്ല. ത്യാഗത ഭവനമേവസായത. തൻ്റെ വീട്ടിലേക്ക് പണിയെടുക്കാൻ വേണ്ടി പോയി കൃഷ്ണനെ ഇവിടെ കെട്ടിയാണ്ടിട്ടു. ബന്ധനത്തെ അംഗീകരിച്ചതാണ്. ചിലപ്പോൾ ഭഗവാനത് ചെയ്യും. പ്രാഗുലൂകലബിലാന്ധരേ തഥാ. ആ കെട്ടിയതുകൊണ്ടൊന്നും ഭഗവാന് പേടിയൊന്നുമില്ല. അവിടെ സൂക്ഷിച്ച് വെച്ച വെണ്ണ ഉരലിൻ്റെ കുഴിയിൽ വെച്ചിട്ടുണ്ട്. അമ്മ പോയിട്ട് വേണം ശാപ്പിടാൻ എന്ന് വിചാരിച്ച് സൂക്ഷിച്ച് വെച്ചതായിട്ടുള്ള വെണ്ണ വേഗെടുത്തു. വിഷമണ്ടച്ച വെണ്ണ എടുക്കുമോ? കരയില്ലേ ചെയ്യുക? ഒരു പ്രശ്നവുമില്ല. ഈ ബന്ധനമല്ല, അതിൻ്റെ അപ്പുറത്തെ ബന്ധനത്തിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാം. ഭക്തന്മാർക്ക് ബന്ധനത്തിന് രക്ഷപ്പെടാം. ഹനുമാൻ ബന്ധനത്തിന് രക്ഷപ്പെട്ടില്ലേ? ഇവരൊക്കെ കെട്ടിയിട്ട് ആ കെട്ട് ഊരിപ്പോയി. അതിലും മീതിയുണ്ടോ ഭഗവാൻ? പ്രാഗുലൂകലബില അന്തരേ ബിലം. ഉരലിൻ്റെ കുഴി, ഉരലിൻ്റെ ആ കുഴിയിൽ വെച്ചതായിട്ടുള്ള സർപ്പി വെണ്ണ. സർപ്പിരർപ്പിത മദന്നവാസ്ഥിത. ആ വെണ്ണയൊക്കെ എടുത്തിട്ട് സുഖമായിട്ട് ഭക്ഷിച്ചു. യദ്യപാശസുഗമോ വിഭോ ഭവാൻ സംജതക്കിമു സപാശയാനയാ. അടുത്ത ശ്ലോകം. ഇവിടെ വേറൊരു ഉപമ പ്രയോഗിച്ചിരിക്കുന്നു. ഭഗവാനെ ആർക്കാണ് കിട്ടുക? നോക്കിക്കോളൂ. ഈ കിട്ടുക അങ്ങനെയൊക്കെ ഉണ്ടോ? ചിലർക്ക് സ്വാധീനത്തിൽ ഈശ്വരൻ വരിക അങ്ങനെയൊക്കെ ഉണ്ടോ? പൂർണ്ണമായിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഭാഗികമായിട്ട് ചിലപ്പോൾ ഉണ്ടാവും. വ്യത്യാസമുണ്ട്. പറഞ്ഞത് മുഴുവൻ നടക്കില്ല, പക്ഷെ ചിലതൊക്കെ നടത്താൻ പറ്റും. അതാ ആർക്കാ കിട്ടുക? അവിടെയാണ് അപാശസുഖമോ. പ്രപഞ്ചത്തിനോട് ബന്ധിക്കാതെ നിൽക്കാൻ കഴിയണം. ആർക്കാ അതിന് കഴിയുക? ഏതിനോടെങ്കിലും ബന്ധമില്ലാത്തവരുണ്ടോ ലോകത്തിൽ? അങ്ങനെ ആവണം. അപാശൻ. അവിടെ പാശ എന്നുള്ള വാക്കിനർത്ഥം ഒരക്ഷരം മാറ്റിയ ആശ. അപാശൻ എന്ന് പറഞ്ഞാൽ ആശയില്ലാത്തവൻ, ഒന്നിനോടും കെട്ടപ്പെടാത്തവനെ ഭഗവാൻ സ്വാധീനമാണ്. അവിടെയാണ് എന്തെങ്കിലുമൊക്കെ വേണം എന്ന് പറഞ്ഞ് എന്തിൻ്റെങ്കിലുമൊക്കെ പുറകെ പോകുന്നവർക്കൊന്നും ഈശ്വരൻ സ്വാധീനമില്ല. അതൊക്കെ വലിയ അവസ്ഥയാണ്. ഒന്നിനോടും താല്പര്യമില്ലാതെ ആവുക. ഭക്ഷണം എന്തിനാണ് കഴിക്കണം? നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി കഴിക്കണു. അതിലൊരു ആസക്തിയൊന്നുമില്ല. ഒരു നേരം ഇല്ലെങ്കിലും സാധകന് പ്രശ്നമല്ല. ഒരു നേരം കേട്ടോ, എല്ലാ നേരം ആണെന്നല്ല. അതിലൊന്നും ഒരു നിർബന്ധമൊന്നുമില്ല. എന്താ കിട്ടിയച്ചാൽ കഴിക്കുക, എവിടെ തരാച്ചാൽ അവിടെ കിടക്കുക. അങ്ങനെ ഈ ലോകത്തെ കാണുന്നവന് ഈശ്വരോപാസകനാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവും. മനസ്സെപ്പോഴും ഒന്നിലും കെട്ടിവെക്കരുത്. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ അഭാഷന്മാർക്കും ആശയില്ലാത്തവർക്കും പ്രപഞ്ചത്തിൻ്റെ ഒന്നിനോടും താല്പര്യമില്ലാത്ത വിരക്തന്മാർക്ക് കിട്ടുന്ന ഭഗവാൻ ഇവിടെ സംജതയ്ക്കുമു സപാശയാനയ. അപാശന്മാർ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ആസക്തിയില്ലാത്തവർ, സ്നേഹപാശം ഇല്ലാത്തവരെന്ന് പറയും. ഇവിടെ പാശത്തോടു കൂടിയ യശോദയ്ക്ക് കിട്ടിയല്ലോ. അപ്പോൾ അപാശന്മാർക്ക് കിട്ടിയതായിട്ടുള്ള ഭഗവാൻ എങ്ങനെ സപാശയായിട്ടുള്ള യശോദയ്ക്ക് കിട്ടിയ അറിയില്ല. അതൊന്നും തരില്ല. ചിലപ്പോൾ സപാശന്മാർക്കും കിട്ടുന്നു.
ഒരു പാശബന്ധവും ഇല്ലാത്തവർക്ക് മാത്രം ലഭ്യമായിട്ടുള്ള ഭഗവാൻ ഇവിടെ ആർക്ക് സ്വാധീനമായി? കയറ് കയ്യിലെടുത്തിട്ടുള്ള സപാശയായിട്ടുള്ള യശോദയ്ക്ക് വിധേയനായി. അത്ഭുതം. യദ്യപാശ സുഗമോ, അപാശന്മാർക്ക് സുഗമനാണ് ഭഗവാൻ. അങ്ങനത്തെ ഭഗവാൻ ഇവിടെ എന്തേ സപാശയായിട്ടുള്ള യശോദയ്ക്ക് കിട്ടിയണാവോ ഗുരുവായൂരപ്പ? ഏവമാതി ദിവിജൈരഭിഷ്ടുതോ, പ്രകാരം ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട വാതനാഥ പരിപാഹി മാം ഗദാദ. ഇതൊക്കെയാണ് നാരായണീയത്തിൻ്റെ ആ ഒരു തന്മയത്വം. ഭാഗവതൊട്ടും കുറവായിട്ടല്ല കേട്ടോ പറയണത്, ഭാഗവതൊട്ടും കുറവായിട്ടില്ല. പക്ഷേ ഇതും ഭാഗവത്തിൽ കാണില്ല. ഇങ്ങനെ ഈ ആശയം വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവാം. ഈ ഒരു സന്ദർഭത്തിൽ ആണ് പറയുക അഭാഷന്മാർക്കാണ് ഭഗവാനെ കിട്ടുക, പറഞ്ഞ തന്നെയാണ് ഭാഗവത്തിൽ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ കഥയായിട്ട് കൂട്ടി യോജിപ്പിച്ച ഒരു രസം, ആ വാക്കുകളുടെയും ശ്ലോകത്തിൻ്റെ പ്രയോഗം, അത് നാരായണീയത്തിൻ്റെ തന്മയാണ്. യദ്യപാശ സുഗമോ ഭവാൻ, അവർക്ക് സുഗമനായിട്ടുള്ള ഭഗവാൻ, എളുപ്പത്തിൽ കിട്ടുന്ന ഭഗവാൻ, അർത്ഥസുഗമൻ. സംജതക്കിമു സപാശയാനയ, അപാശന്മാർക്ക് ലഭ്യമായിട്ടുള്ള ഭഗവാൻ ഇവിടെ സപാശയായിട്ടുള്ള യശോദയ്ക്ക് കിട്ടി. അത്ഭുതം, വിപരീതമാണ് ഉണ്ടായത്. ഏവമാതിഥി വിജയിരഭിഷ്ടുതോ, പ്രകാരം ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടതായിട്ടുള്ള ഗുരുവായൂരപ്പ എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ. അവിടെ ഗംഭീര സ്തുതി, നളകൂപരന്മാരുടെ വരവുണ്ടഞ്ഞി അവർ സ്തുതിക്കണതൊക്കെ ഭാഗവത്തിൽ പറയുന്നു. ഇപ്പോൾ 3 ശ്ലോകമാണെന്ന് പറഞ്ഞത്. വിസ്മിതോസ്തമിതസഖീജനേക്ഷിതാം സിന്നസന്ന വപുഷം നിരീക്ഷ്യതാം, ക്ഷീണിച്ചു സഖിമാരുടെ മുമ്പാകെ നാണം കെട്ടു യശോദ എന്ന് പറയാം. നിത്യമുക്ത വപുരപ്യഗോഹരേ ബന്ധമേവ കൃപയാന്വമന്യത, നിത്യമുക്തനാണ് ഭഗവാൻ, നിർമുക്തം നിത്യമുക്തം, എങ്കിലും ബന്ധനത്തിന് വിധേയനായി. തീയതാം ചിരമുലൂകലേ കലേ ത്യാഗത ഭവനമേവ സായത പ്രാഗുലൂകലബിലാന്തരേ തഥാ സർപ്പിരർപ്പിത മദന്നവാസ്ഥിത. അവിടെ നിൽക്ക് എന്നും പറഞ്ഞ് ഒരലിനോട് ചേർത്ത് കെട്ടി യശോദ തൻ്റെ വീട്ടിലേക്ക് സ്ഥാനത്തേക്ക് പോയി പണിയെടുക്കാൻ തുടങ്ങി. ആ ഒരലിൻ്റെ കുഴിയിൽ സൂക്ഷിച്ച വെണ്ണ ഭഗവാൻ എടുത്ത് കഴിക്കുകയും ചെയ്തു. യദ്യപാശ സുഗമോ വിഭോഭമാം സംജതക്കിമു സപാശയാനയ, അപാശന്മാർക്ക് ആശാപാശം ഇല്ലാത്തവർക്ക് കിട്ടുന്ന ഭഗവാനെ ഇവിടെ സപാശയായിട്ടുള്ള യശോദയ്ക്ക് കിട്ടി. ആദ്യത്തെ പാശം ആശാപാശമാണ്, രണ്ടാമത്തെ പാശം കയറാണ്. ഫിസിക്കൽ സെൻസിലുള്ള കയറാണ് പറഞ്ഞത്. കയറ് കയ്യിലുള്ള യശോദയ്ക്ക് എങ്ങനെ കിട്ടാൻ കിട്ടി? ഏവമാതി ഏവന്മാർ സ്തുതിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ആ സമയത്തല്ല സ്തുതിക്കണത്, പിന്നെയാണ്. ഏവമാതി വിജയിരഭിട്ടുതോ വാതനാഥ പരിപാഹി മാം, സ്വാതന്ത്ര്യം മേപ്പത്തൂരിനുണ്ടല്ലോ. അങ്ങനെയുള്ള ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദശകം അവസാനിപ്പിച്ചിരിക്കുകയാണ്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.